ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയാണ്. അങ്ങനെ സച്ചി ഒരു ഗ്ലാസ്സിലൊരു പെഗ്ഗും അതുപോലെ രേവതിക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിൽ ഒരു ബിരിയാണിയും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരിക. ആ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് അടിമുടി വിറച്ചങ്ങോട്ട് കയറി കേട്ടോ. കാരണം രേവതി ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്ക് വന്നത്. അപ്പോഴേക്കും ഉണ്ടാകിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കുടിച്ചു കൂത്താടി കൂട്ടുകാരുടെ മുമ്പിൽ നിൽക്കുക. അതും അവിടെ വേറെ സ്ത്രീകളോ ആരുമില്ല, നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ. ആ ഒരു മാനേഴ്സ് എങ്കിലും ആ ഫ്രണ്ട്സിനും കാണിക്കാമായിരുന്നു. ആ ഒരു സമയത്ത് വേണമെങ്കിൽ കുടിക്കാതിരിക്കാമായിരുന്നുവല്ലോ. പക്ഷേ അതൊന്നും അവർ ചെയ്തില്ല. സച്ചിയുടെ കൂട്ടുകാരന്മാരാണല്ലോ, അത്രയ്ക്ക് വെളിവേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഏതായാലും സച്ചി ഇങ്ങനെ ആ ഒരു കയ്യിലൊരു പെഗ്ഗൊക്കെ പിടിച്ചിങ്ങനെ ആടി ആടി വരികയാണ്. അയ്യോ, നീ ഇവിടെ നിന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ദേ നിനക്കുള്ളതാ ഇത് നീ കഴിച്ചോ, അവിടെ ഇരുന്ന് കഴിച്ചോ എന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കുകയാണ്. നമ്മുടെ രേവതി ഇത് മേടിക്കാതിരുന്നിട്ട് പിടിക്കടിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ഇതും പിടിച്ചിട്ട് ഇതും മേടിച്ചുകൊണ്ട് ദേഷ്യം വന്നിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു, സച്ചി നിന്നോട് വേണ്ടെന്ന് പറഞ്ഞതല്ലേടാ, എന്തിനാടാ നീ കുടിച്ചത്? ദേ ഇപ്പം ദേ സിസ്റ്റർക്ക് ഭയങ്കര ദേഷ്യമായെന്നാ തോന്നുന്നു പറഞ്ഞപ്പം അവളുടെ ദേഷ്യം അതാര് കാണുന്നു, ആർക്കാ, എന്തിന്? അവൾ ദേഷ്യപ്പെട്ടോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിക്കുക എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നമ്മുടെ രേവതി മാറി നിന്നിട്ട് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആ ഒരു പാതിരാത്രി നമ്മുടെ രേവതി എന്ത് ചെയ്യാനാണ്. അപ്പോഴേക്കും സച്ചി അരികിലേക്ക് ചെന്നോട്ടോ. അരികിലേക്ക് ചെന്നിട്ട്, നീ എന്താ കഴിക്കുന്നില്ലേ? ദേ ഇത് നിനക്ക് വേണ്ടി അവർ മേടിച്ചതാ. അവരെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നറിയാമോ ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. എന്നിട്ട് നീ എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ നാക്കൊക്കെ കുഴഞ്ഞാട്ടോ ചോദിക്കുന്നത്. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താടി നിനക്ക് ഭക്ഷണം വേണ്ടാത്തത്? ഇത് വേസ്റ്റാക്കി കളയാനാണോ നിൻ്റെ തീരുമാനം? എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കിപ്പോൾ പോകണം. നിനക്കിപ്പോൾ എവിടെ പോകണം? അല്ല വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാനോ? ഈ സിറ്റുവേഷനിൽ ഏതായാലും ഇപ്പം വീട്ടിൽ പോകാൻ പറ്റില്ല. കുറച്ച് കഴിയട്ടെ, ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്നിങ്ങനെ കൂടുന്നത്. ഏതായാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അവന്മാർ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് അവന്മാരെ ഉപേക്ഷിച്ച് അവന്മാരുടെ ഈ സ്വീകരണം വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാം. ഒരര കുപ്പിയും കൂടി ഇരിപ്പുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു പെഗ് കഴിക്കാനുള്ളത് കാണും, അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഏതായാലും രേവതിക്ക് കലി അടങ്ങുന്നില്ല കേട്ടോ. പക്ഷേ അവരുടെയും മുമ്പിൽ വെച്ച് സച്ചിനെ അങ്ങനെ ഒന്നും പറയാനും പറ്റില്ല. കാരണം എല്ലാവരുടെയും സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വെളിവ് കെട്ട് നിൽക്കുകയാണ്. ലേശ വെളിവില്ല ഒറ്റ ഒരെണ്ണത്തിന്. രേവതി പിന്നെ ആരോടാണ് സംസാരിക്കേണ്ടത്? അങ്ങനെ നമ്മുടെ രേവതി മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരാണെങ്കിൽ വീണ്ടും കുടിക്കുന്നു, കൂത്താടുന്നു, ചിരിക്കുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുക ഈ വെള്ളമടി. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ഹൗസ് ഓണർ വരുന്നത്. ഹൗസ് ഓണർ വന്ന് വണ്ടി നിർത്തി. അപ്പോൾ രേവതി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഹൗസ് ഓണറിനെ. അങ്ങനെ ഹൗസ് ഓണറും ഭാര്യയും ഉണ്ട് കേട്ടോ. ഭാര്യയും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവരുടെ വീട്ടിൻ്റെ മുറ്റത്താകെപ്പാടെ ഒരു ബഹളവും ഒച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കാം. അങ്ങനെ പെട്ടെന്ന് ഇവർ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ സിറ്റുവേഷൻ മനസ്സിലാവുമല്ലോ. ഇവന്മാരെല്ലാം കുടിച്ച് കൂത്താടി നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അതായത് അയാൾ വാടകയ്ക്ക് കൊടുത്ത നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നീ ബാച്ചിലർ ആയതുകൊണ്ടാണ് നിനക്ക് ഇവിടെ തന്നത്. അതും പോരാഞ്ഞിട്ട് നീ ഞങ്ങളില്ലാത്ത സമയം നോക്കി കൂട്ടുകാരെ വിളിച്ച് കൂത്താടി. ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇതേ ഞങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പം ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഇത് എവിടത്തെ മര്യാദയാണോ താനീ പറയുന്നത്? ഇപ്പം ഇറങ്ങാനോ? ഈ പാതിരാത്രി ഇറങ്ങാനോ? അതിനൊന്നും പറ്റില്ല. ദേ വേണമെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം, അല്ലെങ്കിൽ ഇവനെയും കൊണ്ട് ഞങ്ങൾ പൊക്കോളാം. അല്ലാതെ ഈ പാതിരാത്രിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ താൻ ആരോടാ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെളിവില്ലാത്ത രീതിയിൽ, അതായത് നാക്കൊക്കെ കുഴഞ്ഞാട്ടോ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, താനാരാ? തന്നോടെന്താ എന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോ? തന്നോട് ഞാൻ സംസാരിച്ചോ? ഞാൻ ഇയാൾക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇയാളോടാണ് സംസാരിച്ചത്, അല്ലാതെ തന്നോടല്ല സംസാരിക്കുന്നത്. കുടിച്ച് വെളിവ് കെട്ട് നിൽക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്നതിലും ഭേദം സംസാരിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ രേവതിനെ അവിടെ കാണുന്നത് ആ ഹൗസ് ഓണർ. അങ്ങനെ ഇതേതാ ഈ പെണ്ണ് എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
അവിടെ നിന്ന് നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല ഇവളാരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്തിനാ, ഇവൾ ആരെങ്കിലും ആയിക്കോട്ടെ. ഓ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ 3-4 ആണുങ്ങളുടെ കൂടത്തിൽ ഈ പെണ്ണിന് എന്താ കാര്യം? നിങ്ങൾ കുടിച്ചു കൂത്താടിയിട്ട് ഈ പെണ്ണിനെ വിളിച്ചു വരുത്തിയതല്ലേ? എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ആ പരിപാടിയൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈയിടാന്നായിപ്പോയില്ലേ, നിന്നിടത്ത് നിന്ന് അങ്ങോട്ട് ഉരുകിപ്പോയി നമ്മുടെ രേവതി. കാരണം സ്വന്തം ഭർത്താവിൻ്റെ കൂടെ വന്ന് ഇത്രമാത്രം അപമാനം ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോഴേ ഉണ്ടാകുന്നൊരവസ്ഥ. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഈ ഹൗസ് ഓണർ പറഞ്ഞു, നിനക്കൊന്നും നാണമില്ലേടി ഈ പാതിരാത്രി ഇവന്മാരുടെയൊക്കെ കൂടെ വരാന് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്നിട്ട് പറഞ്ഞു, അതെ അവളെ ഞാൻ കൊണ്ടുവന്ന, അവളെൻ്റെ ഭാര്യയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഭാര്യയോ? എടാ ഒരു ഭാര്യയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചു കൂത്താടി നിൽക്കുന്ന സ്ഥലത്തേക്കാണോടാ വിളിച്ചുകൊണ്ട് വരുന്നത്? നിനക്കൊക്കെ എത്രത്തോളം വെളിവുണ്ടടാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അതായത് ഹൗസ് ഓണറിൻ്റെ വൈഫ് പറഞ്ഞു, അല്ലെങ്കിലും ഇവന്മാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളെ പറയണം. നിനക്ക് നാണമില്ലേടി ഇവന്മാരുടെയൊക്കെ കൂടത്തിൽ വരാന് എന്ന് ചോദിച്ച് അങ്ങോട്ട് രേവതിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. രേവതി ഇതിനിടയിൽ എന്ത് പറയാനാണ്? അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാകുന്നു, കയ്യാങ്കളിയാകുന്നു. നമ്മുടെ രേവതി പിന്നെ അവിടെ നിന്നിട്ട് രേവതിക്ക് കാര്യമില്ല. പിന്നെ അവിടെ രേവതി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ രേവതി, ഇപ്പോഴൊന്നും സച്ചി വരില്ല എന്ന് മനസ്സിലായ രേവതി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദേഷ്യം വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. എന്താ അല്ലേ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയുടെ. ഒരുപാട് ആഗ്രഹിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആദ്യമായിട്ടൊരു പാർട്ടിക്ക് പോയതാണ്. അതും പോയ വഴിക്കൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ സച്ചി കൊണ്ടുപോയത്. ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ഒരുപാട് മനസ്സിലാഗ്രഹിച്ച് കാണുമായിരിക്കും സച്ചി നേരെയായി, സച്ചി തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ച് തുടങ്ങി, സച്ചിനെ നേരെയാക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അതെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ടാണ് തകർന്ന് പോകുന്നത്. തകർന്ന് തരിപ്പണമായിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ സുധീനെയും ശ്രുതിനെയാണ്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഓക്കെയാണ് കേട്ടോ. അവരാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് തകർത്ത് തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കളികൾ. ആദ്യത്തെ കളി എന്ന് പറയുന്നത് കുറേ ചോദ്യോത്തരമായിരുന്നു. അതിൽ അവർക്ക് ഫസ്റ്റ് കിട്ടി. രണ്ടാമത്തെ കളി എന്ന് പറയുന്നത് ബലൂണ്, ഭാര്യയും ഭർത്താവും കൂടെ ഒരു ബലൂണ് നെഞ്ചിലിങ്ങനെ വെക്കുക, എന്നിട്ട് അത് അമർത്തി പൊട്ടിക്കുക. അത് അമർത്തി ഫസ്റ്റ് ആരാണോ പൊട്ടിക്കുന്നത് അവർക്കാണ് ആ ഒരു ഗെയിമിൽ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗെയിമും ഇങ്ങനെ നടന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കൊരു മടി. ശ്രുതി പറഞ്ഞു വേണോന്ന് ചോദിച്ചു ശ്രുതിയോടൊപ്പം. ശ്രുതി പറഞ്ഞു, ഹേയ് നമ്മൾ അഭിനയിക്കുന്നതല്ലേ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇനി നമ്മൾ ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയില്ല ശ്രുതി, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും ശ്രുതിയും ചെന്നു. ശ്രുതിയും കൂടെ ബലൂൺ ഏറ്റുവാങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ അവർ എല്ലാ കപ്പിൾസും ആ ഒരു ബലൂൺ പൊട്ടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമം ഇങ്ങനെ നീണ്ടു പോയി. അങ്ങനെ അമുക്കി നമ്മുടെ ശ്രുതിയും കൂടെ ആദ്യം തന്നെ ആ ഒരു ബലൂൺ പൊട്ടിക്കുകയാണ് കേട്ടോ. അവിടെയും അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്നു. ഏതായാലും നല്ല സൂപ്പർ കപ്പിൾസ് ആണെന്ന് അവരൊക്കെ മനസ്സിൽ വിചാരിച്ച് കാണും. പക്ഷേ വിഡ്ഢികളാക്കുകയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിലും ഫസ്റ്റ് കിട്ടി. അപ്പോൾ അടുത്ത കളി വീണ്ടും വെക്കുകയാണ്. അപ്പോൾ അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വിശേഷത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കളി എന്ന് പറഞ്ഞാൽ ആ ഒരു കോളം വരയ്ക്കുക, ഒരു വലിയൊരു വൃത്തം, അതിനകത്ത് ആദ്യം നിന്ന് ഡാൻസ് ചെയ്യുക. ഒരു വൃത്തമാണോ അതോ ഒരു ചെറിയ ഷീറ്റാണോ, അത് മടക്കി ഏറ്റവും ലാസ്റ്റ് ചെറുതാക്കും കേട്ടോ. ആദ്യം അതിനകത്ത് നിന്ന് ചെയ്യുക, പിന്നെ അടുത്ത പാട്ട് കേൾക്കുമ്പോൾ അത് ചെറുതാക്കും, പിന്നെ അതിനകത്ത് നിന്ന് ചെയ്യുക, അടുത്ത പാട്ട് കേൾക്കുമ്പോൾ ചെറുതാക്കും, പിന്നെ അതിനകത്ത് നിന്ന് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ഒരാൾക്ക് മാത്രം നിൽക്കുന്ന രീതിയിൽ നിന്ന് ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്ന് ഒരുമിച്ച് ഡാൻസ് ചെയ്യണം. ആ ഒരു പാട്ട് തീരുന്നവരെ ആ ഒരു ആ റൗണ്ടിന് വെളിയിൽ പോകാൻ പാടില്ല. അപ്പം അങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ കുറേ തവണ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ശ്രുതി പറഞ്ഞു വേണ്ട, ഏതായാലും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് കയറി ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ആരാ പറഞ്ഞത് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന്? ഇതൊക്കെ സിമ്പിളാടോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വിളിച്ച് അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ ഡാൻസും തകൃതിയായിട്ട് അങ്ങോട്ട് കളിച്ചു കേട്ടോ. ഏതായാലും അവിടെയും ജയിച്ചു. അങ്ങനെ അവരുടെ ആ ഒരു പാർട്ടി അവിടെ നിന്ന് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പിരിയാണ് ചെയ്യുന്നത്. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ രേവതി വീട്ടിലെത്തി ഉറക്കവുമായി. അപ്പോഴാണ് സച്ചി പതിയെ വരുന്നുണ്ട്, തലയും പൊക്കിക്കൊണ്ട്. സച്ചി വരുന്ന ആ ഒരു സമയത്ത് ഉമ്മർത്ത് നമ്മുടെ രവീന്ദ്രനുണ്ട്. അപ്പോൾ രവീന്ദ്രന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയേ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയതായിരുന്നു. ഏതായാലും തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ. രേവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഉറപ്പായിട്ടും രേവതി പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികം രേവതി പറയും. അങ്ങനെ നമ്മുടെ
സച്ചി കയറി വരികയാണ്. സച്ചി കയറി വന്നതും നീ എവിടെയായിരുന്നടാന്ന് ചോദിച്ചു ഇത്രയും നേരം. അത് പിന്നെ ഞാൻ കൂട്ടുകാരുടെ കൂടെ. അല്ല, നീ ഇവിടുന്ന് പോയപ്പോൾ ഒറ്റയ്ക്കല്ലോ പോയത്? നീ ഇവിടുന്ന് പോയപ്പോൾ നിൻ്റെ കൂടെ ഒരാളും കൂടി ഇല്ലായിരുന്നോ? ആ ആളെന്തിന്ന് ചോദിച്ചു. ആ ആളേതായാലും ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. എടാ, നീ എന്ത് ചെറ്റത്തരവാടാ കാണിച്ചത്? എടാ, നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്ന പെണ്ണിനെ നിനക്ക് നാണം ഉണ്ടായിരുന്നോടാ? നിനക്ക് കള്ളു കുടിച്ച് കൂത്താടി അവളെ ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ. അച്ഛൻ എന്തായി പറയുന്നത്? അവളെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടൊന്നുമല്ല. അവക്കാ ലേശം വെളിവില്ലാത്തത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ കുടിച്ച് കൂത്താടി നിൽക്കുകയല്ലായിരുന്നോ? ആ സമയത്ത് അവൾ എന്നെ ഇട്ടിട്ട് പോയത് മോശമായി പോയില്ലേ? എന്നെ തിരിച്ച് ഈ വീട്ടിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവൾക്കും കൂടെ ഉള്ളതല്ലായിരുന്നോ? ദേ സച്ചി, നീ ഓരോ തട്ടുമുട്ട് ന്യായം പറഞ്ഞിട്ടുണ്ടല്ലോ, ജയിക്കാനൊന്നും നോക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഒരു കൂട്ടുകെട്ട്, നിന്റെ കൂട്ടുകെട്ട് ഇവട്ടം കൊണ്ട് അവസാനിപ്പിച്ചോണം. എടാ, ആ കൊച്ച് എത്ര പ്രതീക്ഷയോട് കൂടിയാടാ നിന്റെ കൂടെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നത്. എന്നിട്ട് നീ ചെയ്തത് എന്താ? നീ എന്താ അവളോട് കാണിച്ചത്? അവിടെ ചെന്ന് നീ കൂട്ടുകാരുടെ കൂടെ കുടിച്ചു കൂത്താടി അവളെ ഒറ്റയ്ക്ക് വിട്ടു. എടാ, ഇതിനൊക്കെ നിനക്ക് ദൈവം തരൂടാ, ദൈവം. കാരണം അത്രയും പഞ്ചപാവമായൊരു പെണ്ണിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഞാനാ നാണം കിടന്നത്, ഞാൻ ഒറ്റ ഒരുത്തന്. കാരണം ഞാനാണല്ലോ അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ തലയിലാണല്ലോ വീഴുന്നത്. നിനക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ കുടിച്ചു കൂത്താടി വെളിവില്ലാതെ ലെക്കില്ലാതെ ലെവലില്ലാതെ നിനക്ക് നടക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആണുങ്ങളെപ്പോലെ ജീവിക്കാനേ നിനക്ക് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ ഇതുപോലൊരു സംഭവം ഇവിടെ ഉണ്ടായേക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ വളരെ വിഷമത്തോടു കൂടിയാണ് അകത്ത് കയറിപ്പോയത്. ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചിക്കും കുറച്ച് വിഷമമൊക്കെ ആയിട്ടോ. ഏതായാലും സച്ചി റൂമിനകത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ രേവതി നല്ല പൂക്കുറ്റി ഉറക്കാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ രേവതി അപ്പോൾ പിന്നെ ശല്യമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചിയുടെ കാലൊന്നും അത് നിലത്ത് ഉറയ്ക്കുന്നില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഫിറ്റായിട്ടാണ് നമ്മുടെ സച്ചി വന്നത്. അപ്പോൾ ആ വെള്ളവും കൊണ്ട് നമ്മുടെ രേവതിയുടെ പുറത്തേക്ക് ഒറ്റ വീഴ്ച വീണു. ഏതായാലും വെള്ളവും വീണു, രേവതിയുടെ പുറത്തേക്ക് നമ്മുടെ സച്ചിയും വീണു. രേവതി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് മൊത്തം വെള്ളം. രേവതി പറഞ്ഞു, താൻ എന്താ ഈ കാണിച്ചത്? നിങ്ങൾ ഛർദ്ദിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഛർദ്ദിച്ചൊന്നുമല്ല, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും അത് വായിൽ അങ്ങോട്ട് എത്തിയില്ല, എന്ത് ചെയ്യാനാ, സ്ലിപ്പായി പോയെന്ന് പറഞ്ഞു. സ്ലിപ്പായി പോവും, എനിക്കറിയാം, അത്രയ്ക്ക് കണ്ടീഷനിലാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ വായിൽ നിന്ന് വീണത് തന്നെയാണ്, എനിക്ക് ഉറപ്പാ. ഇതെന്താ, ഇതിന് വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും പച്ചവെള്ളം, അല്ലാതെ ഞാൻ ഛർദ്ദിച്ചതൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഇതിന് വല്ലാത്ത നാറ്റമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് എണീറ്റു. രേവതിക്ക് ഒന്നാമതേ ഇഷ്ടമല്ലല്ലോ കുടിച്ചു ഇങ്ങനെ വരുന്നത്. അങ്ങനെ രേവതി അവിടെ നിന്ന് എണീറ്റ് പോയി നേരെ ബാത്റൂമിൽ ചെന്നിട്ട് മൊത്തം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. രേവതിയുടെ ഒരു അവസ്ഥ ഓർത്ത് നോക്കണേ എന്താണ്. അങ്ങനെ രേവതി അതെല്ലാം തൂത്തിങ്ങനെ വൃത്തിയാക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ എന്ത് ഭർത്താവ് പോട്ടെ, നിങ്ങളുടെ കൂടെ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ ഒരു ടീ പാർട്ടിക്ക് വന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? എന്നോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചത്? ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചെയ്യുന്നതാണോ നിങ്ങൾ ചെയ്തത്? അവിടെ കൊണ്ടുചെന്ന് നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ കൂടെ നിങ്ങൾ കുടിച്ചു കൂത്താടി, ഞാൻ ഒറ്റയ്ക്ക്. അതുമല്ല, ഹൗസ് ഓണർ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടതല്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്ത് ചെയ്യാനാ രേവതി, പറ്റിപ്പോയി, നീ ക്ഷമിക്കുക. അതെ, അവന്മാർ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിട്ട് നിന്നെ വിളിച്ചത്. അവന്മാരാവുന്ന തരത്തിൽ എന്നോട് പറഞ്ഞതാ, കുടിക്കരുതെന്ന്. പക്ഷേ അതെൻ്റെ തെറ്റാ, ഞാനാ കുടിച്ചത്, സോറി, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട്. അവന്മാർ തന്ന ഡ്രസ്സാ, നിനക്ക് ഒരു സാരിയും എനിക്കൊരു ഷർട്ടും. ഇത് നീ സ്വീകരിക്കണം. എനിക്ക് ആരുടെയും സാരിയും വേണ്ട, ഒരു ഷർട്ടും വേണ്ട, മതിയായി, എല്ലാം മതിയായി. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കണക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്നേഹം എന്നോട് ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി, നിങ്ങൾക്ക് സ്നേഹം പോയിട്ട് എന്നോട് മാത്രമല്ല, നിങ്ങൾക്ക് ആരോട് സ്നേഹമില്ല. നിങ്ങളുടെ അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളുടെ അച്ഛൻ പറയുന്നത് പോലും കേൾക്കാതെയല്ലേ നിങ്ങൾ ഈ കൂത്താട്ടത്തിന് നിൽക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് മാറുന്നത്. ഏതായാലും രേവതി അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നേരം പരപരാ വെളുത്തു. അങ്ങനെ അടുക്കളയിൽ കയറി ഇങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചായ ഇട്ട് പൂർത്തീകരിക്കുന്നില്ല. ചായ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതീനെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ആർക്ക്? രവീന്ദ്രന്
മനസ്സിൽ ഒത്തിരി വിഷമമൊക്കെ ഉണ്ട്. ആ ഒരു വിഷമമൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ രവീന്ദ്രൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ എന്താ പറ്റിയത്? ഇതേ മോളെ ചായ മോളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതിൽ എങ്ങനെയാണ് തിളയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പം, അയ്യോ സോറി അച്ഛാ, ഞാൻ മറന്നുപോയി. എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്ത് പറ്റാനാ, ഇനിയിപ്പോൾ പറ്റാനൊന്നുമില്ല. ഞാൻ ഓരോ ദിവസം എണീക്കുമ്പോഴും പ്രാർത്ഥിക്കും, ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണമെന്നും അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറ്റി കൊടുക്കണമെന്നൊക്കെ. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല അച്ഛാ, അതൊന്നും സംഭവിക്കുന്നില്ല. അതുമല്ല ഇപ്പം ഇതുപോലെയാ ഞാനിപ്പോൾ ഈ ചായയിൽ ഇളക്കിക്കൊണ്ടിരുന്നില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിവിടെ നിൽക്കുക. എനിക്കൊരു വഴി തെളിയുന്നില്ല. എനിക്ക് എന്താണെന്നറിയില്ല. മുമ്പിൽ ചെറിയ വെളിച്ചം കാണുമ്പോൾ പിന്നെയും അവിടെ ഇരുട്ട് കയറുക. എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന്. എന്തൊരവസ്ഥയല്ലേ ഇത്, എന്തൊരവസ്ഥയാണ്. എൻ്റെ വീട്ടിലായിരുന്നപ്പോഴേക്കും എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം ആ സമാധാനം എന്തെന്ന് ഞാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി രവീന്ദ്രനോട് തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്, മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും മോളെ. മോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മോളെ ഈ വിധത്തിൽ കാണുന്നതിൽ എനിക്കും ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നോർത്തിട്ട്. പക്ഷേ മോള് ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീരുമാനം നമുക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റും. ദൈവം ഉണ്ടല്ലോ, ദൈവത്തിന് മോള് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്ക്. സച്ചിയുടെ മനസ്സ് മാറും, അത് ഉറപ്പാ. അവൻ്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. ഏതായാലും ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നു നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എങ്ങനെയെങ്കിലും അടിച്ചു പിരിഞ്ഞാൽ മതി എന്നോർത്താണല്ലോ ചന്ദ്ര ഇരിക്കുന്നത്. ഏതായാലും രേവതിയുടെ വിഷമം കാണുമ്പം ചന്ദ്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. ചന്ദ്ര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം വേറൊന്നുമല്ല, രേവതി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടം. കാരണം അറിയാം ചന്ദ്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാണ്, സച്ചിക്ക് അത്രയും നല്ലൊരു പെൺകുട്ടീനെ കിട്ടണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ചന്ദ്രയുടെ ആഗ്രഹം. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഈ ഒരു സീനൊക്കെ കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മുടെ സുധിക്കൊരു വലിയ കൊമ്പത്ത വീട്ടിൽ നിന്ന് ഒരു ആലോചനയൊക്കെ വരുന്നുണ്ട്. ആ ആലോചന പൊട്ടിപ്പാളീസും ആവുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ആ ഒരു ആലോചന കൊണ്ടുവരുന്നത്. പക്ഷേ ആ ആലോചന മാറുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ സുധി ഒളിച്ചോടിപ്പോയി എന്നതിൻ്റെ പേരിലാണ്. ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊരു പേരുണ്ടല്ലോ, അത് മാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹവും പൊട്ടിപ്പാളീസായി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് എന്താ പറയുക, ഒത്തിരി കൊമ്പത്ത് പിടിക്കാൻ പോകാൻ പറ്റില്ല. പിന്നെയും ഉള്ളതിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശ്രുതിനെ ഇഷ്ടപ്പെടേണ്ടി വരികയാണ്. അപ്പോൾ അതൊക്കെ പതുക്കെ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും, അതിനോടൊപ്പം നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും നമ്മുടെ ന്യൂസ് വേൾഡിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ നമ്മൾ എന്നും പ്രമോ വിശേഷവും അതുപോലെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.